ഏട്ടത്തി, ഇനി ഞാൻ മിഥുനേട്ടൻ്റെ അനിയനല്ല, ഏട്ടത്തിയുടെ സ്വന്തം അനിയനും ഫ്രണ്ടുമാ. ഏട്ടത്തിക്ക് എപ്പോ എന്താവശ്യം വന്നാലും എന്നോട് ചോദിക്കണം. ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് ഞാൻ എത്തിച്ചേരും. താങ്ക് യു വിവേക്. മേഘനേട്ടത്തി, ഈ താങ്ക്സും ഫോർമാലിറ്റീസ് ഒന്നും എനിക്ക് വേണ്ടേ. ബി ഫ്രണ്ട്ലി വിത്ത് മീ. ഏട്ടത്തി എന്നെടാ വേഗത വിളിച്ചേ. ചേടാ ഒറ്റ പ്രാവശ്യം വിളിക്കേ. ശരിയടാ വിവേക്. ഇനിയെങ്കിലും ഞങ്ങൾക്കൊന്ന് അകത്തേക്ക് പോകാലോ അല്ലേ? വല്യേട്ടാ. മിഥുൻ, എല്ലാവർക്കും നീയാ ഗിഫ്റ്റ് കൊടുത്തത്. പക്ഷെ ഇന്നിപ്പോ എനിക്ക് എന്റെ മരുമോൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ മോഹം തോന്നി. മോളെ മേഘനെ, ഇത് നിനക്കുള്ളതാ മോളെ. മോളിത് വാങ്ങിച്ചോ? എന്തിനാ വെച്ചാ എനിക്കിപ്പോ ഗിഫ്റ്റ് ഒക്കെ? നിന്റെ ശബ്ദത്തിൽ മാത്രമേ സന്തോഷമുള്ളൂ, പക്ഷെ നിന്റെ കണ്ണുകളിൽ എന്തോ ഒരു വെപ്രാളം ഉണ്ടല്ലോ. ആ വെപ്രാളം നിന്റെ അനിയന്റെ അനിയത്തിയുടെയും കാര്യത്തിലാണെന്ന് എനിക്കറിയാം മോളെ. അച്ഛാ, അത് പിന്നെ അവരെ അവിടെ തനിച്ചാക്കി പോന്നെങ്കിലും അവരോട് സംസാരിക്കാൻ തൽക്കാലം നിനക്ക് ഈ ഫോൺ ഉപകരിക്കും മോളെ. വാങ്ങിച്ചോളൂ. വാങ്ങിച്ചു മേഘനെ. അത് മാത്രമല്ല മോളെ, ഇനി നീ നിന്റെ അനിയനെ അനിയത്തെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടെ ബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതോർത്ത് ഇനി മോള് വിഷമിക്കണ്ട. വലിയ ഉപകാരം അച്ഛാ. ഇന്നു മുതൽ നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഒരായുഷ്കാലം ഒന്നിച്ചുള്ള യാത്രയാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു സത്യം ചെയ്തു തരണം. മിഥുൻ, മേഘനെ അവൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം വിട്ട് നിന്നോടൊപ്പം ഒരു ജീവിതവും സ്വപ്നം കണ്ട് ഇവള് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് ഓർക്കണം. ആ വിശ്വാസം നീ ഒരിക്കലും തകർക്കരുത്. ജീവിതകാലം മുഴുവൻ അവളുടെ സന്തോഷത്തിലും വിഷമത്തിലും കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് വാക്കുതമാൻ. ഭാര്യയ്ക്കാണ് സ്ഥാനം. ഒരു പെൺകുട്ടിക്ക് ഭർത്താവാണ് സർവവും. അവനാണ് ലോകം. അവനായിരിക്കണം ജീവൻ. ഞങ്ങൾ ജീവന് തുല്യം വളർത്തിയ മിഥുനെ നീ ജീവൻ കൊടുത്തും രക്ഷിക്കാൻ തയ്യാറാകുമെന്നും തണൽമരം പോലെ പടർന്നു നിന്ന് അവന് തണലേകുമെന്നും ചെറിയൊരു ആപത്ഘട്ടത്തിൽ പോലും ഇമ പൂട്ടാതെ അവന് കാവലിരിക്കാമെന്നും നീയും എനിക്ക് വാക്ക് തരണം മോളെ. ഉണ്ടാവോ അച്ഛാ? നന്നായി.
ഇനി സമയം കളയണ്ട, രണ്ടുപേരെ അങ്ങ് മുറിയിലാക്ക്. മേഘനെ, നിനക്കൊരു ഗിഫ്റ്റ് തരാനാണ് ഞാൻ വന്നത്. എന്നിട്ടിപ്പോ നീ തന്ന ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ മടങ്ങുന്നത്. ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നു മേഘനെ. അല്ല, ഈ കാലത്തോട്ട് തൊഴിലും ഈ ഫോർമാലിറ്റീസ് ഒക്കെ നമുക്ക് വേണമെന്നാ ചോദിച്ചേ. വരം നൽകിയ ദൈവത്തിന്റെ കടപ്പാട് തീർക്കാനുള്ള മാർഗമായിട്ട് എന്റെ മുന്നിൽ ഇത് മാത്രമേ ഉള്ളൂ മിഥുനേട്ടാ. ഞാൻ തന്നതൊരു വരവാണെങ്കിൽ നീ കൊണ്ടുവന്നതിന് എന്താ പറയാ മേഘനെ? ഞാൻ എന്ത് കൊണ്ടുവന്നു മിഥുനേട്ടാ? അഴകു നിറഞ്ഞ ഈ ആൾ രൂപം, സവിശേഷമായ സ്വഭാവ ഗുണം, ഒരു ജന്മത്തിന്റെ ഭാഗ്യം. ഈ ശ്രീരാമചന്ദ്രന്റെ വദന ഭംഗിക്ക് മുന്നിൽ മേഘനയുടെ സൗന്ദര്യത്തിന് മാറ്റു കുറവാ. ഞാൻ ഭാവിയും ചുമന്നുകൊണ്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. മിഥുനേട്ടനെ പോലെ ഒരു വലിയ വ്യക്തിയോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സഖി നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം. പ്രിയനേ, നിൻ ഹൃദയ താളത്തിൽ നിൻ പൊൻ
ഇതൊക്കെ സ്വപ്നമായിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തെ? ജീവന് തുല്യം സ്നേഹിച്ച വ്യക്തി കൺമുന്നിൽ നിൽക്കുമ്പോ വാക്കുകൾ പോലും നാണിച്ച് മൗനത്തിന്റെ ആവരണം അണിഞ്ഞിരിക്കുകയായിരിക്കും. മിഥുനേട്ടൻ എന്താ പറ്റിയേ? അടുത്തേക്ക് പോലും വരുന്നില്ലല്ലോ. മാറി മാറി പോകുന്നത് എന്തിനാ? മിഥുനേട്ടൻ എന്താ പറ്റിയേ? പേടിയാവുന്നു മേഘനെ. അയ്യോ ഈശ്വരാ, ഇപ്പോഴും അതോർത്തോണ്ടിരിക്കുകയാണോ? സോറി മിഥുനേട്ടാ. എന്തിനാ സോറി? അല്ല, അന്നങ്ങനെ ചെയ്തത് കല്യാണം കഴിയാത്തത് കൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ഉമ്മ ചോദിച്ചോണ്ടാ വേണ്ടെന്ന് പറഞ്ഞ്. എന്നുവെച്ച് ഇപ്പൊ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഉമ്മ തരാൻ കുഴപ്പമില്ലെന്നാണോ? ഉം. എന്ത് പറ്റി മിഥുനേട്ടാ? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. എവിടെ പോവാ മിഥുനേട്ടാ? ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ? മിഥുനെ,
ഏയ് മിഥുൻ, എന്തായി കാണിക്കുന്നേ? അല്ല, നീ എന്തിനാ ഇപ്പൊ കുടിക്കുന്നേ? എത്ര നാളെന്ന് വെച്ചാ എങ്ങനെ അഭിനയിക്കുക? പറ ഡാഡി, എത്ര നാളാ? മിഥുനെ, ഡാഡി അഭിനയിക്കുന്നു, ഞാൻ അഭിനയിക്കുന്നു, കുടുംബം മൊത്തം അഭിനയിക്കുന്നു. എനിക്കിങ്ങനെ പറ്റുന്നില്ല ഡാഡി. അതിനിപ്പോ എന്താണ് സംഭവിച്ചത്? നീ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നേ? ഡാഡ്, മിഥുൻ, എന്താടാ ഈ കാണിക്കുന്നേ? ഇത് മോശമാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാം കൂടെ ചെയ്യുന്നതിന് എന്താ പറയാ? മറുപടി പറ. നമ്മൾ ഈ കാണിച്ചത് ശരിയാണോ? ഇപ്പോ ഇതാണ് ശരിയല്ലാത്തത്. അകത്ത് മേഘന നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലടാ. ചെല്ല്, ഒന്ന് പോവും ഇതിനെ. ഞാൻ പോയില്ല ഡാഡ്. ഇത്രയും നാൾ ഇങ്ങനെ അഭിനയിച്ച് എനിക്ക് മടുത്തു ഡാഡ്. ഇനി എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല. ഇങ്ങനെ പോയ മേഘന സത്യം മനസ്സിലാക്കൂടാ. അവളെല്ലാം അറിയട്ടെ ഡാഡ്. അറിയാതിരിക്കുന്നതാ തെറ്റ്. എനിക്ക് ഈ അഭിനയം അവസാനിപ്പിക്കണം. എന്റെ ക്യാരക്ടർ ഇതല്ല ഡാഡ്. എനിക്ക് വേണ്ട ഈ വ്യാജമുഖം. മിഥുൻ, അങ്ങനെയൊന്നും പറയല്ലേ മോനെ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ ഡാഡ്? ഛേ, മേഖലയെ ഡാഡി കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ. അഭിനയിച്ച് എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റാതായി. നല്ലവനായി ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് മതിയായി എനിക്ക്. ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാതെ ഇല്ലാത്ത ഹാപ്പിനെസ് മുഖത്ത് വരുത്താൻ നോക്കിയിട്ട് എന്നില്ലാത്തൊരു വ്യക്തിയെ പ്രൊജക്ട് ചെയ്ത് അവളുടെ മുമ്പിൽ കാണിച്ചിട്ട് അവളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുകയും ഫീൽ ചെയ്യിക്കുകയും. എത്ര വലിയ നരകം ഇതെന്ന് അറിയാവോ ഡാഡി? ഏട്ടാ, എന്താ ഇത്? ഇങ്ങനത്തെ ഡ്രസ്സിലേട്ടൻ മേഘന ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങി വന്നപ്പോ ഞാൻ അവക്ക് മാച്ചായിട്ട് നിൽക്കണ്ടടാ.